ഓം ശാന്തി 2/2/2025 അവ്യക്ത ബാബ്ദാദ റിവൈസ് കോഴ്സ് 31/12/2003. മുരളിയുടെ ടൈറ്റിലാണ് ഈ വർഷം നിമിത്തവും വിനീതവുമായി സമ്പാദ്യത്തിന്റെ ശേഖരണം വർദ്ധിപ്പിക്കുന്ന അഖണ്ഡ മഹാദാനി ആകൂ. ഇന്ന് അനേകം ഭുജാധാരിയായ ബാബ്ദാദ തന്റെ നാനാഭാഗത്തെയും ഭുജങ്ങളെ കാണുകയാണ്. ചില ഭുജങ്ങൾ സാകാരത്തിൽ സന്മുഖത്തുണ്ട്, മറ്റുള്ളവർ സൂക്ഷ്മരൂപത്തിൽ കാണപ്പെടുന്നുണ്ട്. ബാബ്ദാദ തന്റെ അനേക ഭുജങ്ങളെ കണ്ട് ഹർഷിതമാവുകയാണ്. എല്ലാ ഭുജങ്ങളും യഥാക്രമം വളരെ ഓൾറൗണ്ടർ, എവർ റെഡി, ആജ്ഞാകാരി ഭുജങ്ങളാണ്. ബാബ്ദാദ കേവലം സൂചന നൽകുമ്പോൾ വലം കൈകൾ പറയുന്നു, ശരി ബാബ, തയ്യാറാണ് ബാബ, ഇപ്പോൾ തന്നെ ബാബ. ഇങ്ങനെയുള്ള വിശേഷ്ട സന്താനങ്ങളെ കണ്ട് എത്ര സന്തോഷിക്കുന്നു. ബാബ്ദാദയ്ക്ക് ആത്മീയ ലഹരിയുണ്ട്. ബാബ്ദാദയെ കൂടാതെ മറ്റൊരു ധർമാത്മാവിനും മഹാത്മാവിനും ഇങ്ങനെ ഇത്രയും സഹയോഗി ഭുജങ്ങൾ ലഭിക്കുന്നില്ല. നോക്കൂ, മുഴുവൻ കൽപ്പത്തിൽ ചുറ്റിക്കറങ്ങിക്കോളൂ. ഇങ്ങനെയുള്ള ഭുജങ്ങൾ ആർക്കെങ്കിലും ലഭിക്കുന്നുണ്ടോ? അപ്പോൾ ബാബ്ദാദ ഓരോ ഭുജത്തിന്റെയും വിശേഷത കാണുകയാണ്. മുഴുവൻ വിശ്വത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിശേഷ ഭുജങ്ങളാണ്. പരമാത്മാ സഹയോഗി ഭുജങ്ങളാണ്. നോക്കൂ, ഇന്ന് ഈ ഹാളിലും എത്ര പേർ എത്തിച്ചേർന്നിരിക്കുന്നു. ബ്രാക്കറ്റിൽ ഇന്ന് ഹാളിൽ 18,000-ത്തിലും അധികം സഹോദരീ സഹോദരന്മാർ ഇരിക്കുന്നുണ്ട്. എല്ലാവരും അവരവരെ പരമാത്മാ ഭുജമെന്ന അനുഭവം ചെയ്യുന്നുണ്ടോ? ലഹരിയില്ലേ? ബാബ്ദാദയ്ക്ക് സന്തോഷമാണ്. നാനാഭാഗത്തു നിന്നും പുതുവർഷം ആഘോഷിക്കുന്നതിനായി എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നു. എന്നാൽ പുതുവർഷം എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? പുതിയ യുഗം, പുതിയ ജന്മം. എത്ര തന്നെ പഴയതും അവസാനത്തേതുമായ ജന്മമാകട്ടെ, അത്രയും തന്നെ പുതിയ ആദ്യ ജന്മം എത്ര സുന്ദരമാണ്. ഇത് ശ്യാമും അത് സുന്ദരവും. ഇത്രയും സ്പഷ്ടമാണ്. ഇന്നത്തെ ദിവസം പഴയ വർഷവും പുതിയ വർഷവും മുന്നിൽ സ്പഷ്ടവുമാണ് എന്ന പോലെ. ഇങ്ങനെ തന്നെ പുതിയ യുഗം, പുതിയ ജന്മം സ്പഷ്ടമായി മുന്നിൽ വരുന്നുണ്ടോ? ഇന്ന് അവസാന ജന്മത്തിലാണ്, നാളെ ആദ്യ ജന്മത്തിലാണ്. ഇത് ക്ലിയർ ആണോ? മുന്നിൽ വരുന്നുണ്ടോ? ആദിയിലെ കുട്ടികൾ ആരാണോ അവർ ബ്രഹ്മബാബയെക്കുറിച്ച് അനുഭവം ചെയ്തു. ബ്രഹ്മബാബയ്ക്ക് തന്റെ പുതിയ ജന്മത്തിന്റെ രാജശരീരമാകുന്ന വസ്ത്രം മുന്നിൽ തൂക്കിയിട്ടിരിക്കുന്നതായി കാണപ്പെട്ടിരുന്നു. ബ്രഹ്മബാബയുടെ അനുഭവമായിരുന്നു, ഞാൻ ഇന്ന് വൃദ്ധനാണ്, നാളെ കണ്ണനായി മാറും. ഇതെല്ലാം കുട്ടികൾ കാണാൻ പോകുമ്പോഴും അവരും അനുഭവം ചെയ്തിരുന്നു. ഓർമ്മയില്ലേ? പഴയവർക്ക് ഓർമ്മയുണ്ടോ? ഇന്നത്തെയും നാളത്തെയും കളിയാണ്. ഇത്രയും സ്പഷ്ടമായി ഭാവി അനുഭവമാണ്. ഇന്ന് സ്വരാജ്യ അധികാരിയാണ്, നാളെ വിശ്വരാജ്യ അധികാരി. ലഹരിയുണ്ടോ? നോക്കൂ, ഇന്ന് കുട്ടികൾ കിരീടം വെച്ചുകൊണ്ടിരിക്കുന്നു. ബ്രാക്കറ്റിൽ റിട്രീറ്റിൽ വന്നിട്ടുള്ള ഡബിൾ വിദേശി കൊച്ചുകുട്ടികൾ കിരീടം അണിഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ എന്താ ലഹരിയുണ്ടോ? കിരീടം അണിയുന്നതിലൂടെ എന്ത് ലഹരിയാണ്? ഇവർ മാലാഖമാരുടെ ലഹരിയിലാണ്. കൈവീശുകയാണ്, ഞങ്ങൾ ലഹരിയിലാണ് എന്ന്. അപ്പോൾ ഈ വർഷം എന്ത് ചെയ്യും? പുതിയ വർഷത്തിൽ എന്ത് നവീനത ചെയ്യും? എന്തെങ്കിലും പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ടോ?
എന്ത് നവീനത ചെയ്യും? പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 1,00,000 പേരുടെയും ചെയ്തു, 2,00,000-ന്റെയും ചെയ്തു. ഇനി എന്ത് നവീനത ചെയ്യും? ഇന്നത്തെ കാലത്ത് ആൾക്കാർ ഒരു വശത്ത് പ്രാപ്തിക്കായി ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ ധൈര്യഹീനരും ആണ്. ധൈര്യമില്ല. കേൾക്കാൻ ആഗ്രഹിക്കുന്നുമുണ്ട്, എന്നാൽ ആകുവാനുള്ള ധൈര്യമില്ല. ഇങ്ങനെയുള്ള ആത്മാക്കളെ പരിവർത്തനപ്പെടുത്തുവാനായി ആദ്യം ആത്മാക്കൾക്ക് ധൈര്യത്തിന്റെ ചിറക് നൽകൂ. ധൈര്യത്തിന്റെ ചിറകിന്റെ ആധാരമാണ് അനുഭവം. അനുഭവം ചെയ്യിക്കൂ. അല്പമെങ്കിലും അഞ്ജലി, അതായത് സകാശ് ലഭിച്ചതിനു ശേഷം അവർ അനുഭവം ചെയ്തുവെങ്കിൽ അനുഭവത്തിന്റെ ചിറകെന്ന് പറയാം, അല്ലെങ്കിൽ അനുഭവത്തിന്റെ പാദം എന്ന് പറയാം. അതിലൂടെ അവർക്ക് ധൈര്യത്തിൽ മുന്നേറാൻ ആകും. ഇതിനുവേണ്ടി ഈ വർഷം നിരന്തരം അഖണ്ഡ മഹാദാനി ആകേണ്ടതുണ്ട്. അഖണ്ഡം മനസ്സ ശക്തി സ്വരൂപമാക്കൂ. മഹാദാനിയായി മനസ്സ വൈബ്രേഷനിലൂടെ നിരന്തരം ശക്തികളുടെ അനുഭവം ചെയ്യിക്കൂ. വാച ജ്ഞാനദാനം നൽകൂ. കർമ്മത്തിലൂടെ ഗുണങ്ങളുടെ ദാനം നൽകൂ. മുഴുവൻ ദിവസം മനസ്സ ആകട്ടെ, വാച ആകട്ടെ, കർമ്മണ ആകട്ടെ, മൂന്നിലൂടെയും അഖണ്ഡ മഹാദാനി ആകൂ. സമയാനുസരണം ഇപ്പോൾ ദാനിയല്ല, ഇടയ്ക്കിടെ ദാനം ചെയ്തു അല്ല, അഖണ്ഡ ദാനി. എന്തുകൊണ്ടെന്നാൽ ആത്മാക്കൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ മഹാദാനി ആകുന്നതിന് വേണ്ടി ആദ്യം തന്റെ സമ്പാദ്യത്തിന്റെ ശേഖരണം പരിശോധിക്കൂ. 4 വിഷയത്തിലും സമ്പാദ്യത്തിന്റെ ശേഖരണം എത്ര ശതമാനം ഉണ്ട്? അഥവാ സ്വയത്തിൽ സമ്പാദ്യത്തിന്റെ ശേഖരണം ഉണ്ടാകുന്നില്ലെങ്കിൽ മഹാദാനി എങ്ങനെയാകും? സമ്പാദ്യത്തിന്റെ കണക്ക് പരിശോധിക്കുന്നതിന്റെ ലക്ഷണം എന്താണ്? മനസ്സാ വാച കർമ്മത്തിലൂടെ സേവനം ചെയ്തു. എന്നാൽ സമ്പാദ്യത്തിന്റെ ലക്ഷണമാണ് സേവനം ചെയ്തുകൊണ്ടും ആദ്യം സ്വയത്തിൽ സന്തുഷ്ടത. ഒപ്പമൊപ്പം ആരുടെ സേവനം ചെയ്യുന്നു ആ ആത്മാക്കളിൽ സന്തോഷത്തിന്റെ സന്തുഷ്ടത വന്നുവോ? അഥവാ ഇരുവശത്തും സന്തുഷ്ടത ഇല്ലെങ്കിൽ മനസ്സിലാക്കൂ, സേവനത്തിന്റെ കണക്കിൽ താങ്കളുടെ സേവനത്തിന്റെ ഫലം സമ്പാദിക്കപ്പെട്ടിട്ടില്ല. ബാപ് ദാദ ഇടയ്ക്കിടെ കുട്ടികളുടെ സമ്പാദ്യത്തിന്റെ ശേഖരണം നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇവിടെയായി പരിശ്രമം കൂടുതലാണ്, എന്നാൽ ശേഖരണത്തിന്റെ ഫലം കുറവാണ്. കാരണം ഇരുവശത്തെയും സന്തുഷ്ടതയുടെ കുറവ്. അഥവാ സന്തുഷ്ടതയുടെ അനുഭവം ചെയ്തില്ല, സ്വയമാകട്ടെ മറ്റുള്ളവർക്കാകട്ടെ, അപ്പോൾ സമ്പാദ്യത്തിന്റെ കണക്ക് കുറഞ്ഞു പോകുന്നു. ബാപ്ദാദ സമ്പാദ്യത്തിന്റെ കണക്ക് വളരെ സഹജമായി വർദ്ധിപ്പിക്കാനുള്ള സ്വർണ താക്കോൽ കുട്ടികൾക്ക് നൽകിയിട്ടുണ്ട്. അറിയാമോ താക്കോൽ ഏതാണെന്ന്? കിട്ടിയല്ലോ. സഹജമായി സമ്പാദ്യത്തിന്റെ കണക്ക് നിറയ്ക്കുവാനുള്ള സ്വർണ താക്കോലാണ് മനസ്സാ വാച കർമ്മണ. ആരിൽ ഏതൊരു സേവനം ചെയ്യുന്ന സമയത്തും ഒന്ന് അവനവന് ഉള്ളിൽ നിമിത്തഭാവത്തിന്റെ സ്മൃതി. നിമിത്തഭാവം, വിനയഭാവം, ശുഭഭാവം, ആത്മീയ സ്നേഹത്തിന്റെ ഭാവം. അഥവാ ഈ ഭാവത്തിന്റെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് സേവനം ചെയ്യുന്നുവെങ്കിൽ സഹജമായി താങ്കളുടെ ഈ ഭാവത്തിലൂടെ ആത്മാക്കളുടെ ഭാവന പൂർത്തീകരിക്കപ്പെടുന്നു. ഇന്നത്തെ ആളുകൾ ഓരോരുത്തരുടെയും ഭാവം എന്താണെന്നാണ് ശ്രദ്ധിക്കുന്നത്. എന്താ നിമിത്ത ഭാവത്തോടെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതോ അഹങ്കാരത്തിന്റെ ഭാവത്തോടെയാണോ? എവിടെ നിമിത്ത ഭാവമുണ്ടോ അവിടെ വിനയഭാവം താനേ വന്ന് ചേരുന്നു. അപ്പോൾ പരിശോധിക്കും എന്ത് സമ്പാദ്യമായി.
എത്ര സമ്പാദ്യമായി. എന്തെന്നാൽ ഈ സമയം സംഗമയുഗം തന്നെ സമ്പാദിക്കുവാനുള്ള യുഗമാണ്. പിന്നീട് മുഴുവൻ കൽപ്പവും സമ്പാദ്യത്തിന്റെ പ്രാലബ്ധമാണ്. അപ്പോൾ ഈ വർഷം എന്ത് വിശേഷ ശ്രദ്ധ നൽകണം? അവനവന്റെ സമ്പാദ്യത്തിന്റെ കണക്ക് പരിശോധിക്കൂ. പരിശോധകനും ആകൂ, നിർമ്മാതാവും ആകൂ. എന്തെന്നാൽ സമയത്തിന്റെ സമീപതയുടെ ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ബാപ്ദാദയോട് പ്രതിജ്ഞ ചെയ്തു, ഞങ്ങൾ സമാനമാകും. പ്രതിജ്ഞ ചെയ്തില്ലേ? ആര് പ്രതിജ്ഞ ചെയ്തുവോ അവർ കൈ ഉയർത്തു. ചെയ്തോ? പക്ക? അതോ ശതമാനത്തിലാണോ? പക്ക ആയി ചെയ്തില്ലേ? അപ്പോൾ ബ്രഹ്മബാബയ്ക്ക് സമാനം കണക്കിൽ സമ്പാദ്യം വേണ്ടേ? ബ്രഹ്മബാബയ്ക്ക് സമാനമാകണമെങ്കിൽ ബ്രഹ്മബാബയുടെ വിശേഷ സ്വഭാവം എന്താണ് കണ്ടത്? ആദ്യം മുതൽ അന്ത്യം വരെ ഓരോ കാര്യത്തിലും ഞാൻ എന്ന് പറഞ്ഞുവോ അതോ ബാബ എന്ന് പറഞ്ഞുവോ? ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ല ബാബ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരുമായി കൂടിക്കാഴ്ചയ്ക്ക് വന്നിരിക്കുകയാണ്? ബാബയുമായി കാണാൻ വന്നിരിക്കുകയാണ്. ഞാനെന്ന ഭാവത്തിന്റെ അഭാവം അവിദ്യ. ഇത് കണ്ടില്ലേ? കണ്ടോ? ഓരോ മുരളിയിലും ബാബ ബാബ എന്ന് എത്ര തവണ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ സമാനമാകുക എന്നതിന്റെ അർത്ഥം തന്നെയാണ് ആദ്യം ഞാൻ എന്ന ഭാവത്തിന്റെ അഭാവം ഉണ്ടാവുക. ആദ്യമേ പറഞ്ഞു, ബ്രാഹ്മണരുടെ ഞാനെന്ന ഭാവവും വളരെ രാജകീയമാണ്. ഓർമ്മയില്ലേ? പറഞ്ഞിരുന്നില്ലേ? എല്ലാവരും ആഗ്രഹിക്കുന്നു ബാബ്ദാദയുടെ പ്രത്യക്ഷത ഉണ്ടാവണം, ബാബ്ദാദയെ പ്രത്യക്ഷപ്പെടുത്തണം. ധാരാളം പദ്ധതി ഉണ്ടാക്കുന്നുണ്ട്, നല്ല പദ്ധതി ഉണ്ടാക്കുന്നു. ബാബ്ദാദ സന്തുഷ്ടനാണ്. എന്നാൽ ഈ റോയൽ രൂപത്തിന്റെ ഞാനെന്ന ഭാവം പദ്ധതിയിൽ സഫലതയിൽ കുറച്ചു ശതമാനം കുറച്ചു തരുന്നു. സ്വാഭാവിക സങ്കല്പത്തിൽ, സംസാരത്തിൽ, കർമ്മത്തിൽ, ഓരോ സങ്കല്പത്തിൽ ബാബ ബാബ എന്ന സ്മൃതി ഉണ്ടാകണം. ഞാനെന്ന ഭാവമല്ല. ബാബ്ദാദ ചെയ്യിക്കുന്നയാൾ ചെയ്യിക്കുകയാണ്. ജഗദംബയ്ക്ക് ഇതായിരുന്നു വിശേഷ ധാരണ. ജഗദംബയുടെ സ്ലോഗൻ ഓർമ്മയുണ്ടോ? പഴയവർക്ക് ഓർമ്മയുണ്ടാകും. ഓർമ്മയുണ്ടോ? പറയൂ. ബ്രാക്കറ്റിൽ ആജ്ഞയിൽ അനുസരണയോടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് വിശേഷ ധാരണയായിരുന്നു ജഗദംബയുടെ. അപ്പോൾ നമ്പർ നേടണം, സമാനമാകണം എങ്കിൽ ഞാനെന്ന ഭാവം അവസാനിക്കട്ടെ. വായിലൂടെ താനെ ബാബ ബാബ എന്ന ശബ്ദം വരട്ടെ. കർമ്മത്തിൽ താങ്കളുടെ രൂപത്തിൽ ബാബയുടെ ചരിത്രം കാണപ്പെടട്ടെ. അപ്പോൾ പ്രത്യക്ഷത ഉണ്ടാകും. ബാബ്ദാദ ഈ റോയൽ രൂപത്തിന്റെ ഞാൻ ഞാൻ എന്ന പാട്ട് ധാരാളം കേൾക്കുന്നു. ഞാൻ എന്ത് ചെയ്തുവോ അതാണ് ശരി, ഞാൻ എന്ത് ചിന്തിച്ചുവോ അതാണ് ശരി, അത് തന്നെ നടക്കണം. ഈ ഞാൻ എന്ന ഭാവം വഞ്ചിച്ചു കളയുന്നു. ചിന്തിച്ചോളൂ, പറഞ്ഞോളൂ, എന്നാൽ നിമിത്ത വിനയഭാവത്തോടെ. ബാബ്ദാദ ആദ്യവും ഒരു ആത്മീയ ഡ്രിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് ഡ്രില്ലാണ്? ഇപ്പോൾ അധികാരി, ഇപ്പോൾ ബാലകൻ. അഭിപ്രായം നൽകുന്നതിൽ അധികാരിയായി ഭൂരിപക്ഷത്തിന്റെ അന്തിമ തീരുമാനം ഉണ്ടായ ശേഷം ബാലകൻ. ഈ അധികാരിയും ബാലകനും ഈ ആത്മീയ ഡ്രിൽ വളരെ വളരെ ആവശ്യമാണ്. കേവലം ബാബ്ദാദയുടെ 3 വാക്ക് ശിക്ഷണം ഓർമ്മ വയ്ക്കുക. എല്ലാവർക്കും ഓർമ്മയുണ്ട്. മനസ്സ നിരാകാരി, വാച നിരഹങ്കാരി, കർമ്മത്തിൽ നിർവികാരി. എപ്പോൾ സങ്കൽപ്പിക്കുന്നുവോ
അപ്പോൾ നിരാകാരി സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് സങ്കൽപ്പിക്കൂ. മറ്റെല്ലാം മറന്നാലും ഈ 3 വാക്കുകൾ മറക്കരുത്. സാകാര രൂപത്തിന്റെ ഈ 3 വാക്കുകളുടെ ശിക്ഷണം സമ്മാനമാണ്. അപ്പോൾ ബ്രഹ്മബാബയോട് സാകാര രൂപത്തിലും സ്നേഹമായിരുന്നു. ഇപ്പോഴും ഡബിൾ വിദേശികൾ പല അനുഭവങ്ങളും കേൾപ്പിക്കുന്നു. ബ്രഹ്മബാബയോട് വളരെ സ്നേഹമാണ്. കണ്ടിട്ടില്ല എങ്കിലും സ്നേഹമാണ്. ആണോ? അതെ, ഡബിൾ വിദേശികൾക്ക് ബ്രഹ്മബാബയോട് സ്നേഹം കൂടുതലല്ലേ? അല്ലേ? അപ്പോൾ ആരോട് സ്നേഹമുണ്ടാകുമോ അവരുടെ സമ്മാനം വളരെ സൂക്ഷിച്ചു വെക്കുന്നു, കുഞ്ഞ് സമ്മാനമാണെങ്കിലും. അപ്പോൾ ആരോട് അതിസ്നേഹമുണ്ടാകുമോ അവരുടെ സമ്മാനം കാണിക്കാതെ സൂക്ഷിച്ചു വെക്കുന്നു. അപ്പോൾ ബ്രഹ്മബാബയോട് സ്നേഹമുണ്ടെങ്കിൽ ഈ 3 വാക്കുകളുടെ ശിക്ഷണത്തോട് സ്നേഹമാണ്. ഇതിൽ സമ്പന്നമാകുക അല്ലെങ്കിൽ സമാനമാകുക, ഇത് വളരെ സഹജമായി തീരും. ഓർമ്മ വയ്ക്കൂ, ബ്രഹ്മബാബ എന്താണ് പറഞ്ഞത്? അപ്പോൾ പുതിയ വർഷത്തിൽ വാചാസേവനം ചെയ്തോളൂ, ആർഭാടമായി ചെയ്തോളൂ. എന്നാൽ അനുഭവം ചെയ്യിക്കുന്നതിന്റെ സേവനം സദാ ശ്രദ്ധയിൽ വയ്ക്കൂ. എല്ലാവരും അനുഭവം ചെയ്യണം, ഈ സഹോദരിയിലൂടെ അല്ലെങ്കിൽ സഹോദരനിലൂടെ എനിക്ക് ശക്തിയുടെ അനുഭവം ഉണ്ടായി, ശാന്തിയുടെ അനുഭവം ഉണ്ടായി. എന്തെന്നാൽ അനുഭവം ഒരിക്കലും മറക്കുകയില്ല. കേട്ടത് മറന്നുപോകുന്നു. നന്നായി തോന്നുന്നു, എന്നാൽ മറന്നുപോകുന്നു. അനുഭവം ലഭിക്കുകയാണെങ്കിൽ അവർ ആകർഷിക്കപ്പെട്ട് താങ്കളുടെ സമീപത്തേക്ക് വരും. സമ്പർക്കത്തിലുള്ളവർ സംബന്ധത്തിൽ വന്നുകൊണ്ടിരിക്കും. എന്തെന്നാൽ സംബന്ധം കൂടാതെ സമ്പത്തിന് അവകാശി ആകുവാൻ സാധിക്കുകയില്ല. അപ്പോൾ അനുഭവം ബന്ധത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. ശരി, മനസ്സിലായോ എന്തു ചെയ്യണമെന്ന്? പരിശോധിക്കൂ, പരിശോധകനുമാകൂ, നിർമ്മാതാവുമാകൂ. അനുഭവം ചെയ്യിക്കുന്നതിൽ നിർമ്മാതാവ് ആകൂ. സമ്പാദ്യത്തിന്റെ കണക്ക് പരിശോധിക്കുന്നതിൽ പരിശോധകനാകൂ. ശരി, ഇപ്പോൾ എല്ലാവരും എന്തു ചെയ്യും? ബാബ്ദാദയ്ക്ക് പുതുവർഷത്തിന്റെ എന്തെങ്കിലും സമ്മാനം നൽകുമോ ഇല്ലയോ? പുതുവർഷത്തിൽ എന്ത് ചെയ്യുന്നു? പരസ്പരം സമ്മാനം നൽകാറില്ലേ? ഒരു കാർഡ് നൽകുന്നു, ഒരു സമ്മാനം നൽകുന്നു. അപ്പോൾ ബാബ്ദാദയ്ക്ക് കാർഡ് വേണ്ട, റെക്കോർഡ് വേണം. എല്ലാ കുട്ടികളുടെയും റെക്കോർഡ് നമ്പർ 1 ആകണം. ഈ റെക്കോർഡ് വേണം, നിർവിഘ്നമാകണം. ഇപ്പോൾ ചില വിഘ്നങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ബാബ്ദാദയ്ക്ക് ഒരു ചിരിയുടെ കളി ഓർമ്മ വരുന്നു. അറിയാമോ ഏത് ചിരിയുടെ കളിയാണ് എന്ന്? ആ കളിയാണ് വൃദ്ധർ പാവ കളിച്ചുകൊണ്ടിരിക്കുന്നു. വൃദ്ധരാണ്, എന്നാലും പാവകളുമായി കളിക്കുന്നു. അത് ചിരിക്കാനുള്ള കളിയല്ലേ? ഇപ്പോൾ എന്തെല്ലാം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണോ കേൾക്കുന്നത്, കാണുന്നത്? അപ്പോൾ ഇങ്ങനെയാണ് അനുഭവപ്പെടുന്നത്. വാനപ്രസ്ഥ അവസ്ഥയിലുള്ളവർ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റെക്കോർഡ് ബാബയ്ക്ക് നല്ലതായി തോന്നുന്നില്ല. ഇതിനു പകരം, കാർഡിനു പകരം റെക്കോർഡ് നൽകൂ. നിർവിഘ്നം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സമാപ്തമാകണം. വലുതിനെ ചെറുതാക്കാൻ പഠിക്കൂ. ചെറുതിനെ അവസാനിപ്പിക്കാൻ പഠിക്കൂ. ബാബ്ദാദ ഓരോ കുട്ടികളുടെ മുഖവും ബാബ്ദാദയുടെ മുഖം കാണുവാനുള്ള കണ്ണാടി ആക്കുവാൻ ആഗ്രഹിക്കുന്നു. താങ്കളുടെ ദർപ്പണത്തിൽ ബാബ്ദാദ കാണപ്പെടട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള വിചിത്ര ദർപ്പണം ബാബയ്ക്ക് സമാനമായി നൽകൂ. ലോകത്ത് ഇങ്ങനെയുള്ള ഒരു ദർപ്പണമില്ല, പരമാത്മാവ് കാണപ്പെടുന്നതായിട്ട്. അപ്പോൾ താങ്കൾ ഈ പുതുവർഷം ഇങ്ങനെയുള്ള സമ്മാനം നൽകൂ.
വിചിത്ര ദർപ്പണമായി മാറൂ. ആര് കണ്ടാലും ആര് കേട്ടാലും അവർക്ക് ബാബ്ദാദ തന്നെ കാണപ്പെടണം, കേൾക്കണം. ബാബയുടെ ശബ്ദം കേൾക്കപ്പെടണം. അപ്പോൾ സമ്മാനം നൽകുമോ? നൽകുമോ? ആര് നൽകുവാനുള്ള സങ്കല്പമെടുക്കുന്നുവോ അവർ കൈ ഉയർത്തൂ. ദൃഢസങ്കല്പത്തിന്റെ കൈ ഉയർത്തൂ. ഡബിൾ വിദേശികളും ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. സിന്ധി ഗ്രൂപ്പും ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ആലോചിച്ച് ഉയർത്തുകയാണ്. നല്ലത്. ബാബ്ദാദയ്ക്ക് സിന്ധി ഗ്രൂപ്പിൽ പ്രതീക്ഷയുണ്ട്. പറയാമോ എന്ത് പ്രതീക്ഷയാണ് എന്ന്? ഇതാണ് പ്രതീക്ഷ. സിന്ധി ഗ്രൂപ്പിൽ ഇങ്ങനെയുള്ള മൈക്ക് പുറത്തു വരണം. വെല്ലുവിളിക്കണം. എന്തായിരുന്നു, എന്തായി തീർന്നിരിക്കുന്നു. സിന്ധികളെ ഉണർത്തട്ടെ. പാവങ്ങൾ പാവങ്ങളാണ്, തിരിച്ചറിയുന്നേയില്ല. ദേശത്തെ അവതാരത്തെ പോലും അറിയുന്നില്ല. അപ്പോൾ സിന്ധി ഗ്രൂപ്പിൽ ഇങ്ങനെയുള്ള മൈക്ക് പുറത്തു വരട്ടെ. വെല്ലുവിളിയോടെ പറയണം, ഞങ്ങൾ കേൾപ്പിക്കാം എന്താണ് യഥാർത്ഥം എന്നത്. ശരിയാണോ? പ്രതീക്ഷ പൂർത്തീകരിക്കുമോ? ശരി. നാനാഭാഗത്തെയും സദാ അഖണ്ഡ മഹാദാനി കുട്ടികൾക്ക്, നാനാഭാഗത്തെയും ബാബയുടെ വലംകൈകളായ ആജ്ഞാകാരി ഭുജങ്ങൾക്ക്, നാനാഭാഗത്തെയും സദാ സർവാത്മാക്കൾക്കും ധൈര്യത്തിന്റെ ചിറക് വയ്ക്കുന്ന ധൈര്യശാലി ആത്മാക്കൾക്ക്, നാനാഭാഗത്തെയും സദാ ബാബ് സമാനം ഓരോ കർമ്മത്തിലും ഫോളോ ചെയ്യുന്ന ബ്രഹ്മബാബയുടെയും ജഗദംബയുടെയും ശിക്ഷണങ്ങളെ സദാ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുന്നവരായ സർവ കുട്ടികൾക്കും വളരെ വളരെ സ്നേഹസ്മരണകളും ആശീർവാദങ്ങളും നമസ്തേയും. ഡബിൾ വിദേശികളെ പ്രതിയും ഭാരതത്തിലെ കുട്ടികളെ പ്രതിയും ഡബിൾ ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ് രണ്ടുപേരും നൽകുന്നു. ഇപ്പോൾ സന്തോഷമായില്ലേ? ഏതൊരു കാര്യം ഇങ്ങനെ വന്നാലും ഇന്നത്തെ ദിവസം ഓർമ്മിച്ചുകൊണ്ട് സന്തോഷത്തിൽ ആറാടുക. സന്തോഷത്തിന്റെ ഊഞ്ഞാലിൽ സദാ ആടിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് ദുഃഖത്തിന്റെ അലകളിൽ വരരുത്. ദുഃഖം നൽകുന്നവർ ലോകത്ത് അനേക ആത്മാക്കളുണ്ട്. താങ്കൾ സുഖം നൽകുന്ന, സുഖമെടുക്കുന്ന സുഖദാതാവിന്റെ കുട്ടികൾ സുഖസ്വരൂപമാണ്. ഇടയ്ക്ക് സുഖത്തിന്റെ ഊഞ്ഞാലിലാടൂ. ഇടയ്ക്ക് സ്നേഹത്തിന്റെ ഊഞ്ഞാലിലാടൂ. ഇടയ്ക്ക് ശാന്തിയുടെ ഊഞ്ഞാലിലാടൂ. ആടിക്കൊണ്ടേയിരിക്കൂ. താഴെ മണ്ണിൽ പാദം വെക്കരുത്. ആടിക്കൊണ്ടേയിരിക്കുക. സന്തോഷമായി ഇരിക്കുക. എല്ലാവരെയും സന്തോഷമായി വെക്കുക. ആളുകൾക്ക് സന്തോഷം വിതരണം ചെയ്യുക. ശരി. ഓം ശാന്തി. വരദാനം മാലാഖാസ്ഥിതിയിലൂടെ ബാബയുടെ സ്നേഹത്തിന് പകരം നൽകുന്നവരായ പരിഹാര സ്വരൂപമായി ഭവിക്കട്ടെ. മാലാഖാസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുക. ഇതാണ് ബാബയുടെ സ്നേഹത്തിന് പകരം നൽകുക. ഇങ്ങനെയുള്ള പകരം നൽകുന്നവർ പരിഹാര സ്വരൂപരായി മാറുന്നു. പരിഹാര സ്വരൂപമാകുന്നതിലൂടെ സ്വയത്തിന്റെയും അന്യാത്മാക്കളുടെയും പ്രശ്നങ്ങൾ സമാപ്തമായി പോകുന്നു. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള സേവനം ചെയ്യുന്നതിന്റെ സമയമാണ്. എടുക്കുന്നതിനോടൊപ്പം കൊടുക്കുവാനുള്ള സമയമാണ്. അതിനാൽ ഇനി ബാബയ്ക്ക് സമാനം ഉപകാരിയായി നിലവിളി കേട്ട് തന്റെ മാലാഖ രൂപത്തിലൂടെ ആ ആത്മാക്കളുടെ അടുക്കൽ എത്തിച്ചേരൂ. പ്രശ്നങ്ങളാൽ ക്ഷീണിച്ച ആത്മാക്കളുടെ ക്ഷീണം ഇറക്കൂ. സ്ലോഗൻ: വ്യർത്ഥത്തിൽ നിന്ന് നിശ്ചിന്തരാകൂ, മര്യാദകളിൽ നിന്നല്ല. അവ്യക്ത സൂചന: ഏകാന്തപ്രിയരാകൂ, ഏകതയെയും ഏകാഗ്രതയെയും സ്വന്തമാക്കൂ. പരസ്പരമുള്ള സംസ്കാരങ്ങളിൽ എന്ത് ഭിന്നത ഉണ്ടോ അതിനെ ഏകതയിലേക്ക് കൊണ്ടുവരണം. ഏകതയ്ക്ക് വേണ്ടി ഇപ്പോഴത്തെ ഭിന്നതയെ അകറ്റി രണ്ട് കാര്യങ്ങൾ കൊണ്ടുവരേണ്ടി വരും. ഒന്ന്,
ഏകനാമിയായി സദാ ഓരോ കാര്യത്തിലും ഒന്നിന്റെ തന്നെ നാമമെടുക്കൂ. ഒപ്പമൊപ്പം സങ്കല്പങ്ങളുടെ, സമയത്തിന്റെ, ജ്ഞാനത്തിന്റെ ഖജനാക്കളുടെ എക്കോണമി, അതായത് മിതവ്യയം ആകൂ. പിന്നീട് ഞാൻ എന്നത് ലയിച്ച് ഒരു ബാബയിൽ എല്ലാ ഭിന്നതയും അലിഞ്ഞുചേരും. ഓം ശാന്തി.